അപ്പോ ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം കുതിച്ചുയരുന്ന പശ്ചാത്തലത്തിൽ അതാണ്ട് ഭൂരിപക്ഷം 32,765 പശ്ചാത്തലത്തിൽ അങ്കമാലിയിൽ ബിരിയാണി വിതരണം താടിയുള്ള ചേട്ട വായടച്ചു വെക്കും ബിരിയാണി ചേട്ടാ ഞങ്ങൾക്ക് വേണ്ടി കൂടെ കഴിച്ചോട്ടോ. ഇത് കാര്യം വലിയ അപകടവും മനുഷ്യന് കഴിക്കാനുള്ളതല്ലേ. സൂപ്പർ സൂപ്പർ നിങ്ങളെ കൈ കാണിച്ചിരിക്കുന്നു. ഒരിക്കൽ കൂടി പറയുന്നു ബെന്നി ബെഹനാന്റെ ഭൂരിപക്ഷം 32,765 കടന്നു. അതെ ബെന്നി ചേട്ടനോട് ഇരിപ്പുണ്ടോ? ബെന്നി ചേട്ടോ ഇങ്ങോട്ട് ഹായ് ഒരു ഹായ് പറഞ്ഞു ബെന്നി ചേട്ടാ. ബെന്നി ചേട്ടൻ ഒരു ഹായ് പറഞ്ഞു. ബെന്നി ചേട്ടന് ബാക്കി കൈ പൊക്കിയാളെന്ന് പറഞ്ഞു. ബെന്നി ചേട്ടൻ ഒരു ഹായ് പറയട്ടെ. നമുക്കൊരു നിർബന്ധം. ബെന്നി ചേട്ടനോട് ഒരു പ്ലേറ്റ് ബിരിയാണി കൊടുക്കണേ. ബെന്നി ചേട്ടനോട് ഒരു പ്ലേറ്റ് ബിരിയാണി. ബെന്നി ചേട്ടൻ വേറെ ലോകത്തെ ബെന്നി ചേട്ടൻ സ്വപ്ന ലോകത്തെ കൺഗ്രാജുലേഷൻ അഡ്വാൻസ് ആയിട്ട്. അവസാനം കൈ പുള്ളി കൈ ഇതാണ് ബെന്നി ചേട്ടൻ. ചാലക്കുടിക്കാരൻ നമ്മുടെ വാർത്ത അവിടെ എത്തി ആളുകളിലേക്ക്. മാത്രമല്ല ഇത്രയും ലൈവായിട്ട് ലോകത്താരെങ്കിലും എന്തെങ്കിലും അല്ലേ. മാത്രമല്ല ഇരുന്ന് സമാധാനത്തോടെ ബിരിയാണി ബെന്നി ചേട്ടൻ ചാടി എണീറ്റു അല്ലേ. അവിടുന്ന് അയച്ചു തന്ന മെസ്സേജിന്റെ വില കണ്ടോ? 10,000ങ്ങളിലേക്ക് എത്തിയതാ. അതാ ഓക്കെ താങ്ക് യു. ഞങ്ങൾ ഇനി അടുത്ത കാര്യത്തിലേക്ക് പോകാം. ബെന്നി ചേട്ടൻ മാത്രമല്ല ഈ നാട്ടിൽ മത്സരിക്കുന്നത്. വേറെ അടുത്ത മണ്ഡലത്തിലേക്ക് നമ്മൾ പോകുന്നു. താങ്ക് യു. നമ്മുടെ കുന്നപ്പള്ളിയോട് അവിടെ ഇപ്പോഴും അവിടെ കിടന്ന് 275 കിടന്ന് കളിയാണ്. അവിടെ ഇപ്പൊ 33,865 വോട്ടുകൾക്കാണ് ചാലക്കുടി മണ്ഡലത്തിൽ ബെന്നി ബെഹനാൻ ഇപ്പോൾ മുന്നിട്ട് നിൽക്കുന്നത്. അവിടെ ബിരിയാണിയൊക്കെ വിതരണം ചെയ്യാൻ വളരെ ആഹ്ലാദത്തിലാണ് അവർ ആഹ്ലാദം പോകാതിരിക്കട്ടെ നമുക്ക് പറയാനുള്ളൂ. അവിടെ NDA 293 ഒരിക്കൽ കൂടി ഉയരുന്നുണ്ട്. ഇന്ത്യ സഖ്യം 228 താഴ്ന്നു. അത് കുറെ സമയത്തിന് ശേഷം ആദ്യമായിട്ടാണ് ഇന്ത്യ 293 ഉയരുന്നത്. അപ്പോ ഈ പറയുന്ന രീതിയിൽ ഇപ്പോഴും പല സ്ഥലങ്ങളിൽ പോരാട്ടം നടക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ഏകപക്ഷീയമായ ഒരു തരംഗമുള്ള ഒരു തെരഞ്ഞെടുപ്പ് ഒന്നുമല്ല. 400 പാറിലേക്കൊന്നും എന്തായാലും പോകാൻ പോകുന്നില്ല. പക്ഷെങ്കിൽ ഇവിടെ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ ഒടുവിൽ ആരെ എന്ന് പറഞ്ഞാൽ പല രീതിയിൽ പല ചർച്ചകൾ നടക്കുന്നു. ഇവിടെ BJPക്ക് ഒരു കേവല ഭൂരിപക്ഷം കിട്ടാത്ത പശ്ചാത്തലത്തിൽ TDP പോലെയുള്ള അല്ലെങ്കിൽ ചെറിയ കക്ഷികൾ അവർക്കൊപ്പം നിൽക്കുമോ, അതോ അവർ മറികണ്ടം ചാടുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരാനിരിക്കുന്നു. അതൊക്കെ കൂടുതൽ രാഷ്ട്രീയ ചർച്ചകളിലേക്ക് വരേണ്ട കാര്യമാണ്. 290+ ഒക്കെ ആണെങ്കിലും അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ പറ്റുമായിരിക്കാം. ഞാൻ പറഞ്ഞത് BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ലാത്ത പശ്ചാത്തലം ഉണ്ടായാൽ അവരുടെ ഗ്രിപ്പ് കുറയുകയും ED പോലെയുള്ള അന്വേഷണ ഏജൻസികളെയൊക്കെ കാര്യമായി പിന്നീട് പേടിക്കേണ്ടതില്ല എന്നൊരവസ്ഥയൊക്കെ വരികയും ചെയ്താൽ എന്ത് സംഭവിക്കും അവർക്ക് സർക്കാർ രൂപീകരിക്കാൻ കഴിയുമായിരിക്കും. കാരണം TDP ഒക്കെ വിചാരിക്കുന്ന കേന്ദ്രത്തിൽ ഭരണമുള്ള ഒരു സർക്കാരിന്റെ ഭാഗമാകുക എന്നതായിരിക്കുമല്ലോ അവരൊക്കെ തീരുമാനിക്കുക. എത്തുമ്പോഴാണ് പ്രശ്നമാകുന്നത്. 400 പാർ RSSന്റെ പ്രത്യേക ശാസ്ത്രങ്ങൾ നടപ്പാക്കാനുള്ള നടക്കുന്ന ഒന്നുമല്ല. ചായ ആണെങ്കിലും കുഴപ്പമില്ല. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നാഷണൽ ടാലിയിലേക്ക് പോവുകയാണെങ്കിൽ 293 മണ്ഡലങ്ങളിൽ NDA സഖ്യം മുന്നിട്ട് നിൽക്കുന്നു. എന്നാൽ ഇന്ത്യ മുന്നണി 228 താഴ്ന്നിട്ടുണ്ട്. 228 293 ആകെ തെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങൾ 543. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ പുതിയ അധ്യായങ്ങൾ എഴുതുന്ന ഒരുപാട് സർപ്രൈസുകൾ കാത്തിരിക്കുന്നു. ഏതാണ്ട് 100 മണ്ഡലങ്ങളിൽ 10,000-ൽ താഴെ മാത്രം ലീഡുണ്ട് എന്നറിയുമ്പോഴായിരിക്കും നമ്മുടെ ചങ്കിടിപ്പ് കൂടുക. യഥാർത്ഥത്തിൽ ഈ തെരഞ്ഞെടുപ്പ് ഫല പ്രക്ഷേപണത്തിന്റെ ചരിത്രത്തിൽ തന്നെ വലിയ ചങ്കിടിപ്പ് കൂട്ടുന്ന ഇനിയും ആവാനുണ്ട്. ഇനിയും പല ഏടുകൾ പുറത്തേക്ക് വരാനുണ്ട്. ഇനിയും പല നമ്മുടെ ഇടുക്കിക്കാരുടെ ഓക്കെ ഇപ്പോൾ അന്തരീക്ഷത്തിനകത്ത് എയറിലാണ് ഇപ്പോൾ ഇടുക്കി മക്കളുടെ നേതാവേ എന്നൊക്കെ മുദ്രാവാക്യം. ഇടുക്കിയിലെ മക്കളുടെ നേതാവേ എന്നൊക്കെ മക്കളുടെ നേതാവേ. അത് രക്ഷയില്ല. നമ്മളുടെ സുരേഷ് സജി പറയുന്നു സുരേഷ് ഗോപി വിജയം ഉറപ്പിച്ചു. ഇനി എന്നുള്ള ബൂത്തുകൾ സുരേഷ് ഗോപി തൃശൂർ എടുത്തു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോയിലെ സൂരജ് സജി പറയുന്നത്. വളരെ ഇനി നാമമാത്രമേ വോട്ടുകൾ മാത്രമേ എണ്ണാനുള്ളൂ. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പോൾ നടത്തിയിരിക്കുന്ന ലീഡിനെ അതൊന്നും കടന്നു ചാടാൻ കഴിയില്ല. അതിലെ വോട്ടുകൾ കിട്ടിയില്ലെങ്കിൽ പോലും സുരേഷ് ഗോപി വിജയിക്കുമെന്ന് ഉറപ്പായി. അപ്പോൾ അദ്ദേഹം ലോക്സഭയിലേക്ക് തൃശൂരിനെ പ്രതിനിധീകരിച്ച് NDAയുടെ സ്ഥാനാർത്ഥി സുരേഷ് ഗോപി എത്തുമെന്ന കാര്യത്തിൽ
ഉറപ്പായി. ഈ 1,26,540 വോട്ടിനാണ് ഡീൻ കുര്യാക്കോസിന്റെ അവിടുത്തെ ലീഡ് ഇപ്പോ 1,26,540. 1,26,000 സ്ഥാനാർത്ഥി വോട്ട് കിട്ടിയില്ലയോ? ജോയ്സ് ജോർജ് നമ്മളോട് നമ്മളെ സർവേ നടത്തിയപ്പോൾ നമ്മളോട് അവിടെ 2 തവണ നേരത്തെ തോറ്റ സ്ഥാനാർത്ഥികൾ സീറ്റ് കൊടുക്കാതെ CPM ജോയ്സിന് മാത്രം കൊടുത്താണ്. അവിടെ മറ്റു സ്ഥാനാർത്ഥി ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ജോയ്സ് ഭയങ്കര പരാജയമായിരുന്നു, പരാജയപ്പെട്ട പരീക്ഷണമാണ്. ജോയ്സ് അവിടെ ഡീൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുന്നു. ഇവിടെ ദേശീയ തലത്തിൽ തന്നെ ഇപ്പോഴും ആകാംക്ഷ ബാക്കി നിൽക്കുന്ന 293 NDA, 228 ഇനി എങ്ങനെയാണെങ്കിലും ആര് അധികാരത്തിലേക്ക് വന്നാലും ശക്തമായ പ്രതിപക്ഷം ഉണ്ടാകും എന്നാലും ഉറപ്പാണല്ലേ. ആര് അധികാരത്തിലേക്ക് വന്നാലും ശക്തമായ പ്രതിപക്ഷമുണ്ട്. ഏകപക്ഷീയമായ ഒരു സംവിധാനമല്ല. അതായത് ഏതാണ്ട് തുല്യം ശക്തികൾ എന്നൊക്കെ പറയാവുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ NDAയും ഇന്ത്യ സഖ്യവും നേർക്കുനേരെ ഏറ്റുമുട്ടുകയാണ്. ഇനി UP, ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ പലയിൽ കുറെ അധികം സീറ്റുകൾ 10,000 എന്താണ് മാക്സിമം ഭൂരിപക്ഷം. ചില ആളുകൾ നമ്മുടെ യൂട്യൂബിൽ രസക്കയറ് പൊട്ടിക്കുന്നുണ്ട് വിജയ. ചില തെറി സംഭവങ്ങളൊക്കെ ഇടുന്നു. ആവേശം കൊണ്ട് മറ്റേ സ്ഥാനാർത്ഥി ചീത്ത വിളിക്കുക. അപ്പോ ആനന്ദം എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഉള്ള രസക്കാര് പൊട്ടിക്കരുത് പ്ലീസ്. നമ്മൾ നല്ല മൂടി നിൽക്കുക അല്ലേ, കളയരുത്. ഈ കുട്ടിക്കാലത്ത് കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഈ വിദ്യ സാഹിത്യം നല്ല പരിചയമുള്ള ചില ആൾക്കാരാ വരരുത് ഈ രംഗത്തേക്ക് വരരുത്. ജനാധിപത്യത്തിന്റെ വളരെ ഊഷ്മളമായ അതിന്റെ ലാവണ്യം മുഴുവൻ നമ്മളിങ്ങനെ ആസ്വദിച്ചുകൊണ്ടിരിക്കുക. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ എന്താണ് ലാവണ്യം? ഇതിനകത്ത് ആത്മീയതയും മതവും ഒന്നും പറഞ്ഞിട്ടൊന്നും അല്ല കാര്യം. അതിനപ്പുറം എന്തൊക്കെയോ കാര്യങ്ങൾ ഇന്ത്യൻ ജനാധിപത്യത്തിലുണ്ട് എന്നുള്ള ആ ലാവണ്യത്തിന്റെ കാറ്റ് നമ്മളിലേക്ക് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ത് രസമാണെന്നറിയാം. ഇങ്ങനെ കാറ്റടിച്ചപ്പോഴാണ് എന്റെ ഫോൺ താഴെ പോയത്. പ്രേക്ഷകർ കണ്ടില്ല, വിഷ്വലി കണ്ടില്ല. ഈ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ കാറ്റടിച്ചപ്പോണ്ടല്ലോ പുള്ളിയുടെ ഫോൺ, പഴയ ഫോണാ, 58 അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. ഈ ടോപ്പ് ചാറ്റിന്റെ സാധുവാണെന്ന് ഞാൻ പറഞ്ഞു. വിജയ കൂടുതൽ പ്രകോപിപ്പിച്ചാലേ ഞാനൊരു ഫോൺ അങ്ങ് വാങ്ങിച്ചു തരും കേട്ടോ. അയ്യോ വേണ്ട, അതുപോലെ നല്ല ഫോണായിരുന്നു. ഇപ്പോഴത്തെ ആഷ്മിയുടെ ഓൾഡ് പ്രോപ്പർട്ടിയാണ് അല്ലേ? പിന്നല്ലേ ഫോൺ മാത്രമായിട്ട് മാറാൻ പറ്റില്ലല്ലോ. ഒരു രക്ഷയില്ല. നാഷണൽ ടാലി 298 ഇന്ത്യ സഖ്യം 224. കേരളത്തിലേക്ക് വന്നാൽ LDF 1 LDF 2 എന്ന് പറയാം. ഇതെന്താ അത് കൊള്ളാം. ഇന്നങ്ങ് പോകും. അതല്ല ഈ എന്റെ സംശയം അറിയോ, വിജയ് ഒരു പൈന്റ് അടിച്ചിട്ട് നിൽക്കുകയാണോ ഒന്ന്? അല്ലല്ലോ അല്ലേ? ഇളകി അങ്ങ് നിൽക്കുക. ഇത് എന്നെ ഇളക്കവാ. സീരിയസ് ആയിരിക്കണം. കോട്ടൊക്കെ അങ്ങ് എടുത്ത് കളഞ്ഞു. നാളെ നമ്മള് സീരിയസ് ആയിട്ട് എന്തെങ്കിലും പറയുമ്പോൾ പ്രേക്ഷകർ ഇവനൊക്കെ ഇന്നലെ കണ്ട് നിന്റെയൊക്കെ 298 NDA, 224 ഇന്ത്യ. വലിയ മാറ്റമൊന്നുമില്ല എന്ന് പേടിച്ചു പോയി. 298 NDA 298 ഇന്ത്യ 224 അതേഴ്സ് 21 മൂന്നാമത്തെ കോളത്തിൽ അതാ ഉള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.